പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ ആനന്ദിക്കുന്നവരാകുവാൻ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. അതിനുവേണ്ടി നീ എന്തു ചെയ്യണം? നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. പാപികളെ നോക്കി അസൂയപ്പെടരുത്. ബൈബിളിൽ പാപികളെ നോക്കി അവർ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് പോയ ഒരു ദൈവ പൈതലിൻ്റെ നാശത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ്. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായിയും കൂടെ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു വരികയാണ്. കൂട്ടത്തിൽ ലോത്തും കൂട്ടരുമുണ്ട്. അവരെല്ലാവരും കൂടി ഒരു കൂട്ടുകുടുംബം പോലെ അങ്ങനെ ജീവിച്ചു പോരുകയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് ഒരുപാട് വെള്ളി, ഒരുപാട് സ്വർണം, ഒരുപാട് അഭിവൃദ്ധി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 1-ഉം 2-ഉം 3-ഉം തിരുലിഖിതങ്ങൾ. അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ലോത്തും കൂടെ ഉണ്ടായിരുന്നു. അബ്രാഹത്തിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ വലിയൊരു സമ്പന്നനാക്കി മാറ്റി. ദൈവത്തിൻ്റെ മക്കൾ സമ്പന്നരായിരിക്കുന്നതിൽ ദൈവത്തിന് അതൃപ്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കൾ നല്ല ഉയർച്ചയിലിരിക്കുന്നതിൽ ദൈവത്തിന് അസന്തുഷ്ടിയില്ല. ദൈവത്തിൻ്റെ മക്കൾ നല്ല സ്ഥിതിയിലിരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. അതാണ് 35-ാം സങ്കീർത്തനത്തിൽ 27-ാം തിരുലിഖിതം. സങ്കീർത്തനം 35:27 വചനം പഠിപ്പിക്കുന്നു, തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. തൻ്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. അപ്പൊ ദൈവത്തിന്റെ ദാസരുടെ ശ്രേയസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെ നരകിച്ച് നാശക്കൂപടഞ്ഞു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തകർച്ചയിലാണെങ്കിൽ നമ്മൾ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പാപത്തിലാണെങ്കിൽ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കടബാധ്യതയിലാണെങ്കിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരണം ദൈവം ആഗ്രഹിക്കുന്നത്. നാം രോഗത്തിലാണെങ്കിൽ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ശ്രേയസ്സിലാണ് ദൈവത്തിൻ്റെ സന്തോഷം. നമ്മുടെ നാശത്തിലല്ല, നമ്മുടെ ശ്രേയസ്സിലാണ് ദൈവത്തിൻ്റെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അനേകം ക്രിസ്ത്യാനികളുടെ മനസ്സിലൊരു ധാരണയുണ്ട്, നമ്മളിങ്ങനെ കൂടി ചതഞ്ഞെന്ന് പറഞ്ഞ് കരഞ്ഞും പിഴിഞ്ഞും ജീവിക്കുന്നതിലാണ് ദൈവം ആനന്ദിക്കുന്നത് എന്ന് ചിലർക്ക് എന്തോ ഒരു ധാരണ കയറിക്കൂടിയിരിക്കുകയാണ്. തെറ്റായ ബോധ്യമാണത്. കാരണം എന്താ? ദൈവം നമ്മുടെ അപ്പനാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഇസ്രായേലിന് പിതാവിനെ പോലെയാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പിതാവിനെ പോലെയാണെന്നല്ല, ഞാൻ പിതാവാണ് എന്നാണ് ദൈവം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ പിതാവായ ദൈവത്തിന്റെ സ്വഭാവമാണ് ജെറമ്യ 31:9 പഠിപ്പിക്കുന്നത്. കണ്ണീരോടെ വരുന്നവരെ ആശ്വസിപ്പിച്ച് സന്തോഷത്തിലേക്ക് നയിക്കുന്ന പിതാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ മാഗ്ഡൽഡ് എന്ന് പറഞ്ഞ വിശുദ്ധയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ ആ വിശുദ്ധയോട് പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ ആ വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അവർ ചോദിക്കുന്നതിലും കൂടുതൽ അവർക്ക് കൊടുക്കും. ഹല്ലേലൂയ.
മനുഷ്യർ എന്നിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അവർക്ക് കൊടുക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂനമാവ് കൺവെൻഷൻ നടക്കുകയാണ്. കൂനമാവ് കൺവെൻഷനിൽ ഒരു സഹോദരി സാക്ഷി പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി വന്നു. ആ സഹോദരി എറണാകുളം ജില്ലയിൽ നിന്നുള്ളൊരു സഹോദരിയാണ്. ആ സഹോദരിയുടെ അനുഭവം ഇതാണ്. ആ സഹോദരി എറണാകുളം മറൈൻ ഡ്രൈവ് കൺവെൻഷനിൽ വചനം കേട്ടപ്പോൾ പിതാവ് നല്ല പിതാവാണ് എന്ന ദൈവിക ദൂത് കേട്ടു. ഉടനെ ആ സഹോദരി പറഞ്ഞു, എനിക്കിപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന ഒരു ചെറ്റപ്പൊരയുണ്ട്, ഇടിഞ്ഞു പൊളിയാറായി കിടക്കുന്നതാണ്. അതും ആ സ്ഥലത്ത് കിടന്നിട്ട് ഒരു ഗുണമില്ല. അതും ആ സ്ഥലം എല്ലാം കൂടെ വിറ്റിട്ട് ഒരു കുറച്ചും കൂടെ നല്ലൊരു വീട് വെക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ ആ സഹോദരിയുടെ മനസ്സിലുള്ള നിയോഗം ഇത് മാത്രമാണ്. എന്ത്? എനിക്ക് ഇപ്പോൾ ഉള്ളത് വിറ്റ് ഒരു പുതിയ വീട് വെക്കണം. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവിക ദൂത് കേട്ടത്. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഇത് കേട്ടപാടെ ആ സഹോദരി വിശ്വസിച്ചു. സഹോദരി പറഞ്ഞു, ദൈവം എൻ്റെ അപ്പനാണ്. അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞു, ഇപ്പോൾ ഉള്ള വീട് ഇനി വിറ്റില്ലേലും കുഴപ്പമില്ല, എനിക്കൊരു പുതിയ വീട് തന്നാൽ മതി. ഇപ്പോൾ ഉള്ള വീട് ഇരുന്നോട്ടെ, അത് ആവശ്യമാണ്, അവർ ഇരുന്നോട്ടെ, പഴയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാമല്ലോ. അല്ല, അതിന് വേണ്ടേ പഴയ സാധനം വെക്കാനൊരു വീട് വേണ്ടേ? പഴയ സാധനങ്ങൾ വെക്കാമല്ലോ, പുതിയ വീട് ഒരെണ്ണം തരിക, പഴയത് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മാർച്ച് മാസത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസം ആയപ്പോഴേക്കും പുതിയ വീട്ടിലേക്ക് കയറി അങ്ങോട്ട് താമസിച്ച് ആ സന്തോഷത്തോടെയാണ് ഈ കഴിഞ്ഞ 5-6 ദിവസങ്ങളിൽ കൂനമാവ് നടന്ന കൺവെൻഷനിൽ ആ സഹോദരി വന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ഹല്ലേലൂയ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവര് മറൈൻ ഡ്രൈവിൽ ധ്യാനം കൂടി, മാർച്ചിൽ ഇവിടെ ധ്യാനം കൂടി. അപ്പോൾ പറഞ്ഞു, പഴയ വീട് നിൽക്കട്ടെ, അതിൻ്റെ കൂടുതൽ ഒരു പുതിയ വീടിനെ തന്നാട്ടെ എന്ന് പറഞ്ഞു. അത് തന്നെ ദൈവം ചെയ്തു കൊടുത്ത് പുതിയ വീട്ടിൽ താമസിച്ചിട്ട് ആ സന്തോഷത്തോടെ വന്ന് എൻ്റെ പിതാവ് സ്നേഹമുള്ള പിതാവാണെന്ന് ഇതാ ആ സഹോദരി 10,000 മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ അബ്രാഹത്തിനെ ദൈവം സ്നേഹിച്ചിരുന്നു. ദൈവം അബ്രാഹത്തിനെ വലിയൊരു മനുഷ്യനാക്കി മാറ്റി. അബ്രാഹത്തിനുണ്ടായിരുന്ന പോലെ തന്നെ അബ്രാഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ലോത്തിനും ധാരാളം സമൃദ്ധി ഉണ്ടായിരുന്നു. അതാണ് 5-6 വാക്യങ്ങൾ. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ അബ്രാഹവും ലോത്തും കൂടെ അട്ടപ്പാടിക്കാണ് പുറപ്പെട്ടിരിക്കുന്നത് വിചാരിക്കുക. ഈ അട്ടപ്പാടി ദേശം മുഴുവൻ അവർക്ക് രണ്ടുപേർക്കും കൂടെ അവരുടെ കന്നുകാലിനെ സൂക്ഷിക്കാൻ തികയുന്നില്ല. അത്രമാത്രം ആടുമാടുകളും കൂടാരങ്ങളും പരിവാരങ്ങളും സംഭവങ്ങളും അവരുടെ അത്രയും സ്വത്തിൻ്റെ ഉടമകളായി. ആ ദേശം അവർക്ക് മതിയായില്ല അവരുടെ കൂടാരം അടിക്കാനായിട്ട്. അവരുടെ വേലക്കാർക്ക് കൂടാരം കെട്ടാൻ, അവരുടെ കന്നുകാലികൾക്ക് കൂടാരം കെട്ടാൻ, അവരുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തത്ര, ആ ദേശം തികയാത്തത്ര ദൈവം അവരുടെ സമ്പത്തിൻ്റെ അവരുടെ അതിർത്തികൾ ദൈവം വിപുലീകരിച്ചു കൊടുത്ത് അങ്ങനെ സമ്പത്ത് പെരുകി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സമ്പത്ത് പെരുകാൻ കാരണം എന്താണ്? പുറപ്പെട്ടപ്പോൾ തന്നെ ഇത്രയും സമ്പത്തുണ്ടായിരുന്നു നമുക്ക് കണക്കാക്കാൻ നിവൃത്തിയില്ല. കാരണം പുറപ്പെട്ടപ്പോൾ ചെറിയ വിധത്തിലാണ്. എന്നാൽ ഇപ്പോഴാണ് ഒന്നിച്ച് പാർക്കാൻ സ്ഥലം തികയാത്തത്ര വലുതായത്. പുറപ്പെട്ടപ്പോൾ തന്നെ കലഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിങ്ങനെ കണ്ടമാനം പെരുകിയപ്പോഴാണ് വേലക്കാർ തമ്മിൽ അല്ലറ ചില്ലറ കശപശ ഉണ്ടായത്. അപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർ സമൃദ്ധി പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവർ സമൃദ്ധി. അതാണ് സുഭാഷിതം 10:22. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ അബ്രാഹവും ലോത്തിന്റെ പ്രത്യേകത, അവർ ഇടം വല നോക്കുന്നില്ല. അവരവരുടെ ദൈവത്തെ നോക്കി ജീവിക്കുകയാണ്. അവരവരുടെ ദൈവത്തിന് മുമ്പ് പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ്. അവരവരുടെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണ്. അവർ ദൈവത്തിന്റെ കരത്തിന്റെ കീഴെ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു. അവർ വലിയ കോടീശ്വരന്മാരായി, വലിയ ഉന്നതന്മാരായി മാറി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്. കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ. നീ എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. വലതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം. ഇതാണ് ധ്യാനം കൂടിക്കഴിഞ്ഞ ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നാൽ ഒരു ദൈവ പൈതലും ദൈവം ആഗ്രഹിക്കുന്നത് വലിയ ഹൃദയ വിശാലത. നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോ.
എനിക്ക് ഇന്നത് വേണം, എനിക്കിന്നത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാം തകർക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനത്തെ പിടിവാശി ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മർക്കടമുഷി സ്വഭാവം ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിടിവാശിയും മർക്കടമുഷി സ്വഭാവവും പരിശുദ്ധാത്മാവിൽ നിന്നല്ല, അത് ദുഷ്ടാത്മാവിൽ നിന്ന് പുറപ്പെടുന്നു. അതിൻ്റെ അവസാനവും ഒരു തകർച്ചയായിരിക്കും. ഹല്ലേലൂയ. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ഇതാ ദേശം മുഴുവനും നിന്റെ മുമ്പിൽ കിടക്കുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള ഭാഗം നീ എടുത്തോ. നിനക്ക് വലതുഭാഗമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക്